ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ രാജ്യം രാജ്യസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. പൊതു തിരഞ്ഞെടുപ്പിൽ രാജ്യസഭാ അംഗങ്ങൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് 7 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 10 രാജ്യസഭാ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഈ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ജൂലൈക്കുള്ളിൽ ഇവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിൽ 2 വീതം അസം, ബീഹാർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ്. ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ത്രിപുര എന്നിവിടങ്ങളിൽ ഓരോ സീറ്റ് വീതവും ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. ആകെയുള്ള 10 സീറ്റിൽ 7 ബിജെപിയുടെ കൈവശമാണ്. കോൺഗ്രസ് 2, RJD 1 എന്നിങ്ങനെയാണ് സീറ്റ് നില. 5 സംസ്ഥാനങ്ങളിൽ ബിജെപി സുഗമമായി രാജ്യസഭാ സീറ്റുകൾ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പ്രവചനങ്ങൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറത്താണ് കാര്യങ്ങൾ. അസം, ത്രിപുര, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ നിയമസഭകളിൽ ബിജെപിക്ക് മതിയായ അംഗസംഖ്യയുണ്ട്. ബീഹാറിൽ ബിജെപിക്കും RJDക്കും സംസ്ഥാന അസംബ്ലിയിൽ സീറ്റ് നില അനുസരിച്ച് ഓരോ സീറ്റ് വീതം ലഭിച്ചേക്കും. എന്നാൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും 2 സംസ്ഥാനങ്ങളിൽ NDAയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള പോരാട്ടം രസകരമായിരിക്കാനാണ് സാധ്യത. 2 രാജ്യസഭാംഗങ്ങളെ മഹാരാഷ്ട്രയിൽ നിന്നും ഒരാളെ ഹരിയാനയിൽ നിന്നും തിരഞ്ഞെടുക്കണം. ഹരിയാന നിയമസഭയുടെ നിലവിലെ അംഗബലം 87 ആണ്. ഇതിൽ ബിജെപിക്ക് 41 അംഗങ്ങളും കോൺഗ്രസിന് 29 അംഗങ്ങളുമാണുള്ളത്. ദുഷ്യന്ത് ചൌട്ടാലയുടെ നേതൃത്വത്തിലുള്ള JJPക്ക് 10 MLAമാരാണുള്ളത്. ഇന്ത്യൻ നാഷണൽ ലോക്ദൾ, ഹരിയാന ലോക്ഹിത് പാർട്ടി എന്നിവർക്ക് ഓരോ അംഗങ്ങളും 5 സ്വതന്ത്ര നിയമസഭാംഗങ്ങളും ഹരിയാനയിലുണ്ട്. സ്വതന്ത്ര MLA നയൻപാൽ റാവത്തിന്റെയും HLP MLAയായ ഗോപാൽ ഖാണ്ടയുടെയും പിന്തുണ പരിഗണിച്ചാൽ ബിജെപിയുടെ അംഗബലം 43 ഉയരും. ഹരിയാന നിയമസഭയിലെ പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്കിന് 44 MLAമാരുടെ പിന്തുണയാണ് ഉള്ളത്. അതായത് ബിജെപിയേക്കാൾ 1 മാത്രം അധികം. എല്ലാ പ്രതിപക്ഷ MLAമാരുടെയും പിന്തുണ ലഭിച്ചാൽ ബിജെപിയെ പരാജയപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. എന്നാൽ കോൺഗ്രസിന് അതത്ര എളുപ്പവുമല്ല. കാരണം 6 JJP MLAമാർ ദുഷ്യന്തിനോട് അതൃപ്തരാണ്. ജോഗിറാം സിഹാഗ്, രാംനിവാസ് സുർജഗേര എന്നിവർ ബിജെപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഈ 2 നിയമസഭാംഗങ്ങളെയും അയോഗ്യരാക്കണമെന്നാണ് JJPയുടെ ആവശ്യം. ഹരിയാനയിൽ മുൻകാലങ്ങളിൽ സഖ്യമുണ്ടായിട്ടും കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു. 2022 ഹരിയാനയിൽ നടന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അജയ്യമാക്കാൻ നിയമസഭയിൽ മതിയായ അംഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും പരാജയപ്പെട്ടു. മഹാരാഷ്ട്രയിൽ 3ാം NDA സർക്കാരിലെ ക്യാബിനറ്റ് ബർത്തിനെ ചൊല്ലിയുള്ള അതൃപ്തിയാണ് ബിജെപിക്ക് തലവേദനയാകുന്നത്. ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിലും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയിലും ഭിന്നതയുണ്ട്. ക്യാബിനറ്റ് അംഗത്വം വേണമെന്ന ആവശ്യത്തിന് വിരുദ്ധമായി NCPക്ക് സഹമന്ത്രി സ്ഥാനമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ശിവസേനയ്ക്ക് ഒരു സഹമന്ത്രി സ്ഥാനമുണ്ട്. രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് മഹാരാഷ്ട്ര നിയമസഭയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. കോൺഗ്രസ്, NCP, ശിവസേന എന്നിവ ഉൾപ്പെടുന്നതാണ് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ ക്യാമ്പ്. രാജ്യസഭാ MPമാരെ സംസ്ഥാനങ്ങളിലെ MLAമാർ തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ പ്രക്രിയയിലൂടെ ഒറ്റ കൈമാറ്റ വോട്ട് സമ്പ്രദായത്തോടെയാണ്. MLAമാർ ഓരോ സീറ്റിലും വോട്ട് ചെയ്യുന്നില്ല. പകരം MLAമാർ അവരുടെ മുൻഗണനാക്രമത്തിൽ വ്യത്യസ്ത സ്ഥാനാർത്ഥികളെ പട്ടികപ്പെടുത്തണം. അതിനാൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു പ്രത്യേക പാർട്ടിക്ക് സംസ്ഥാനത്തുള്ള MLAമാരുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കും. അതേസമയം MLAമാർ ക്രോസ് വോട്ട് ചെയ്താൽ 4 മാസം മുൻപ് ഹിമാചൽ പ്രദേശിൽ സംഭവിച്ചതുപോലെ ട്വിസ്റ്റുകളും ഉണ്ടാകാം. ഫെബ്രുവരിയിൽ 68 അംഗ നിയമസഭയിൽ 25 MLAമാർ മാത്രമുണ്ടായിരുന്നിട്ടും ഹിമാചൽ പ്രദേശിലെ ഏക രാജ്യസഭാ സീറ്റിൽ ബിജെപിയുടെ ഹർഷ മഹാജൻ അത്ഭുതകരമായിട്ടാണ് വിജയം നേടിയത്. കോൺഗ്രസ് MLAമാരുടെ ക്രോസ് വോട്ടിംഗും നറുക്കെടുപ്പും ബിജെപിയുടെ വിജയത്തിന് അനുകൂലമായി. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അല്പം കടുപ്പമാണ്. എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം.